നമസ്കാരം. ഇന്നത്തെ തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം. ജയിൽ മേധാവി കർശന നിർദ്ദേശം നൽകിയിട്ടും തടവുകാരുടെ പുറം ജോലിയിലും മറ്റു ജോലികളിലും നിയന്ത്രണവും നിരീക്ഷണവും നടത്താതെ ഉദ്യോഗസ്ഥർ. കഴിഞ്ഞ ദിവസം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് കൊലക്കേസ് പ്രതി നെടുങ്കണ്ടം സ്വദേശി മണികണ്ഠൻ ചാടിപ്പോയ സംഭവം വിരൽ ചൂണ്ടുന്നത് ഈ വീഴ്ചയാണ്. ഗുരുതര കുറ്റകൃത്യങ്ങൾ നടത്തിയവരെ പുറം ജോലിയിൽ നിയോഗിക്കരുതെന്ന് ഇക്കഴിഞ്ഞ ജനുവരിയിൽ ജയിൽ മേധാവി നിർദ്ദേശം പുറത്തിറക്കിയിരുന്നു. ഇതുകൂടാതെ സെൻട്രൽ ജയിലുകളിൽ പുറംജോലി ചെയ്യുന്ന തടവുകാരുടെ സ്വഭാവത്തെക്കുറിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാനും ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായ ഉത്തരവിട്ടിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 27 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും. മാറനല്ലൂർ പുന്നാവൂർ അച്ചാമത്തുകോണം സുജാത ഭവനിൽ വിനോദിനെയാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ജഡ്ജ് S രമേഷ് കുമാർ ശിക്ഷിച്ചത്. പിഴത്തുക അതിജീവതയ്ക്ക് നൽകണം. പിഴ ഒടുക്കിയില്ലെങ്കിൽ 19 മാസം അധിക കഠിന തടവ് അനുഭവിക്കണം. 2021 ഓഗസ്റ്റ് 11-നായിരുന്നു സംഭവം. മാതാപിതാക്കൾ വീട്ടിലില്ലാതിരുന്ന സമയം പ്രതി അതിജീവതയുടെ വീട്ടിലെത്തി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു. നെയ്യാറ്റിൻകര എക്സൈസ് റേഞ്ച് 21 കിലോ കഞ്ചാവുമായി ഒരാളെ പിടികൂടി. വെള്ളായണി നേമം പട്ടുകളത്തിട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഷീജാം S ആണ് പിടിയിലായത്. ദേശീയപാതയോരമായ പ്രാവച്ചമ്പലത്ത് ഓണക്കാല പരിശോധനയുടെ ഭാഗമായി സംഘം നടത്തിയ വാഹന പരിശോധനയിലാണ് ഹോണ്ട ആക്ടീവ സ്കൂട്ടറിൽ കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവ് പിടികൂടിയത്. ഇയാൾ പോക്സോ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് എക്സൈസ് പറഞ്ഞു. ഓണം എത്തും മുമ്പേ പലചരക്ക് വിപണിയിൽ വൻ വിലക്കയറ്റം. പയറിനങ്ങൾക്കും ഉള്ളിക്കുമാണ് വൻതോതിൽ വില വർദ്ധിച്ചിരിക്കുന്നത്. വൻപയർ, പച്ചപ്പട്ടാണി, സവാള, ശർക്കര ഇനങ്ങൾക്കെല്ലാം വില കുതിച്ചുയരുകയാണെന്ന് വ്യാപാരികൾ പറഞ്ഞു. ചില ഇനത്തിന് മാസത്തിനിടെ കിലോയ്ക്ക് 70 രൂപയുടെ വരെ വർധനയാണ് ചില്ലറ വിപണിയിൽ ഉണ്ടായിരിക്കുന്നത്. UAE-യിൽ സ്വർണവിനിമയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രശസ്ത സ്ഥാപനമായ മുത്തൂറ്റ് എക്സ്ചേഞ്ചിന്റെ ലൈസൻസ് UAE സെൻട്രൽ ബാങ്ക് റദ്ദാക്കി. ബാങ്കിംഗ് നിയമങ്ങൾ ലംഘിച്ചതിനാണ് ഈ നടപടിയെന്ന് UAE വാർത്താ ഏജൻസിയായ വാം റിപ്പോർട്ട് ചെയ്തു. UAE സെൻട്രൽ ബാങ്കിന്റെ കർശന നിരീക്ഷണത്തിലായിരുന്നു മുത്തൂറ്റ് എക്സ്ചേഞ്ച്. മതിയായ യോഗ്യതയില്ലാത്ത പൈലറ്റുമായി വിമാനം സർവീസ് നടത്തിയെന്ന ഗുരുതര പിഴവിന് എയർ ഇന്ത്യക്ക് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ 90 ലക്ഷം രൂപ പിഴ ചുമത്തി. കൂടാതെ വീഴ്ചയുടെ പേരിൽ എയർ ഇന്ത്യയുടെ ഓപ്പറേഷൻസ് ഡയറക്ടർ പങ്കുൽ മാത്തൂർ, ട്രെയിനിംഗ് ഡയറക്ടർ മനീഷ് വാസവദ എന്നിവർ യഥാക്രമം 6 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയും പിഴയടയ്ക്കണം. ഇത്തരം സംഭവങ്ങൾ തടയാൻ ജാഗ്രത പാലിക്കാൻ ബന്ധപ്പെട്ട പൈലറ്റിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് DGCA പ്രസ്താവനയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിനുള്ള കെ-ഫോൺ വാണിജ്യ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് ടെക്നോപാർക്കിൽ തുടക്കമായി. സിനർജി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ടെക്നോപാർക്ക് CEO റിട്ടയർഡ് കേണൽ സഞ്ജീവ് നായർ ഉദ്ഘാടനം ചെയ്തു. കെ-ഫോൺ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ സന്തോഷ് ബാബു, ചീഫ് ടെക്നിക്കൽ ഓഫീസർ രാജ കിഷോർ എന്നിവർ പങ്കെടുത്തു. ദീർഘദൂര KSRTC യാത്രക്കാർക്ക് ആവശ്യമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി റെസ്റ്റോറന്റുകളിൽ നിന്ന് കോർപ്പറേഷൻ താൽപര്യപത്രം ക്ഷണിച്ചു. യാത്രക്കാർക്ക് ഭക്ഷണപാനീയ സേവനങ്ങൾ നൽകുന്നതിനായി പ്രധാന റൂട്ടുകളിൽ സ്ഥിതി ചെയ്യുന്നതും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതും ശുചിത്വമുള്ളതുമായ റെസ്റ്റോറന്റുകളിൽ നിന്നാണ് KSRTC-യുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് താൽപര്യപത്രം ക്ഷണിച്ചിട്ടുള്ളത്. 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നതിനുള്ള നടപടികൾ സജീവം. 2021-ൽ അവസാനിക്കേണ്ടിയിരുന്ന ജനസംഖ്യാ കണക്കെടുപ്പാണ് 3 വർഷത്തിന് ശേഷം ആരംഭിക്കാനിരിക്കുന്നത്. കോവിഡ് മഹാമാരിയെ തുടർന്നാണ് 2021-ലെ സെൻസസ് നടക്കാതെ പോയത്. രാജ്യത്ത് 10 വർഷത്തിൽ ഒരിക്കലാണ് സെൻസസ് നടക്കുന്നത്. 2011-ലായിരുന്നു അവസാനത്തെ സെൻസസ്. അന്നത്തെ കണക്കുകളാണ് രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക സ്ഥിതികൾ വിലയിരുത്താൻ നിലവിൽ അവലംബിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ ചൈനയെ മറികടന്ന് ലോകത്ത് 1-ാം സ്ഥാനത്താണ്.
500-ലധികം പേരുടെ ജീവനെടുത്ത മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലോടെ വയനാടിനെ കാത്തിരിക്കുന്നത് സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി. കാർഷിക മേഖല പൂർണ്ണമായും തകർന്നതോടെ വയനാട് പിടിച്ചുനിന്നത് ടൂറിസത്തിലൂടെയായിരുന്നു. ഇപ്പോൾ വയനാട് സുരക്ഷിതമല്ല എന്ന ക്യാമ്പയിൻ വന്നതോടെ വൻ തിരിച്ചടിയാണ് ടൂറിസത്തിലും ഉണ്ടായത്. വയനാടിന്റെ ആകെ വരുമാനത്തിന്റെ 25% ടൂറിസത്തിൽ നിന്നാണ്. പക്ഷേ കഴിഞ്ഞ 22 ദിവസമായി 20 കോടിയുടെ നഷ്ടമാണ് ടൂറിസം മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിലയിരുത്തുന്നത്. സംസ്ഥാനത്ത് എലിപ്പനി വർദ്ധിക്കുന്നതായി ഞെട്ടിക്കുന്ന കണക്കുകൾ. സമീപകാലത്തെ ഏറ്റവും ഉയർന്ന എലിപ്പനി മരണക്കണക്കാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷം ഇതുവരെ 121 എലിപ്പനി മരണമാണ് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ 102 പേരുടെ മരണകാരണം എലിപ്പനിയാണെന്നും സംശയിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പേരുടെ ജീവനെടുത്ത പകർച്ചവ്യാധിയും എലിപ്പനിയാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കമ്പനി പണം വകമാറ്റി ചെലവഴിച്ച കുറ്റത്തിന് പ്രശസ്ത വ്യവസായി അനിൽ അംബാനിക്ക് ഓഹരി വിപണിയിൽ ഇടപെടുന്നതിന് വിലക്കേർപ്പെടുത്തി സെബി. അനിൽ അംബാനിക്കും റിലയൻസ് ഹോം ഫിനാൻസിലെ പ്രധാനപ്പെട്ട മുൻ ഉദ്യോഗസ്ഥർക്കും 24 സ്ഥാപനങ്ങൾക്കും എതിരെയാണ് സെബിയുടെ ശക്തമായ നടപടി. അനിലിന് 25 കോടി രൂപയുടെ പിഴയും സെബി ചുമത്തി. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.